ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 500% നികുതി ചുമത്തിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊരു അവിശ്വസനീയമായി തോന്നാം അല്ലെ ഇത് കേൾക്കുമ്പോൾ. പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തി കഴിഞ്ഞു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറുമെന്നാണ് ലോകം തന്നെ പറയുന്നത്. എന്നാൽ മോദി ഒരു പടി പോലും പിന്നോട്ട് വയ്ക്കുന്നുമില്ല. കാരണം ലോകശക്തിയായി വളരുന്ന ഭാരതത്തെ തളയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് പയറ്റുന്ന അവസാനത്തെ അടവാണിതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ വളർച്ചയിൽ ഭയന്ന് അമേരിക്ക നടത്തുന്ന ഈ കളിയിൽ അവർ തന്നെ വീഴും. ഇത് വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടുള്ളൂ, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു നികുതി വർധനവല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണിത്. റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന എണ്ണ ഇടപാടുകളാണ് അമേരിക്കയെ ഇത്രത്തോളം ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ 50% നികുതി ഏർപ്പെടുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയ ട്രംപ് ഇപ്പോൾ ആ നികുതി 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് 2025 സാങ്ഷനറിംഗ് റഷ്യ ആക്ട്? ഇന്ത്യ ശരിക്കും അമേരിക്കയെ ചതിക്കുകയാണോ? മോദിയും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുമോ? അതോ ലോകശക്തിയായി വളരുന്ന ഇന്ത്യയെ തളയ്ക്കാൻ അമേരിക്ക മനഃപൂർവ്വം വിരിച്ച വലയാണോ ഇത്? ചരിത്രപരമായി ഈ നീക്കത്തിന്റെ ആഴവും പരപ്പും അതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ ലിൻസോ ഗ്രാം അവതരിപ്പിച്ച ഈ ബില്ലിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടാണ് അംഗീകാരം നൽകിയത്. ഈ ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഗ്രഹാം തന്നെ തന്റെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടു. ഇത് കേവലം റഷ്യയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇതിന്റെ പ്രധാന ഇരകൾ ഇന്ത്യയും ചൈനയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളാണ്. റഷ്യയുടെ സൈനിക നടപടികൾക്ക് പണം നൽകുന്ന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. റഷ്യയുടെ എണ്ണയോ വാതകമോ യുറേനിയമോ വാങ്ങുന്ന ഏത് രാജ്യത്തിനുമേലും സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്താൻ ഈ നിയമം പ്രസിഡന്റിന് അധികാരം നൽകുന്നു. അതായത് റഷ്യയുമായി നിങ്ങൾക്ക് വ്യാപാരം നടത്തിയാൽ നിങ്ങൾക്ക് അമേരിക്കയുമായി വ്യാപാരം നടത്താൻ കഴിയില്ല എന്ന് സാരം. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് 500% വരെ നികുതി ചുമത്താം. ഇത് കേവലം ഒരു സാമ്പത്തിക നിയമമല്ല, മറിച്ച് ലോക രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക നടത്തുന്ന ഒരു ഏകപക്ഷീയമായ തീരുമാനമാണിത്. വാക്കുകളിൽ മാത്രമല്ല, അമേരിക്ക പ്രവൃത്തിയിലും കടുപ്പിച്ചു കഴിഞ്ഞു. അടുത്തിടെ മരുനേര എന്ന എണ്ണക്കപ്പൽ അമേരിക്കൻ അധികൃതർ പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ്. റഷ്യൻ എണ്ണ കടത്തിയതിനാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യയുടെ കപ്പലുകളെയും അവയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെയും അമേരിക്ക വേട്ടയാടുകയാണ്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇത്രയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? റഷ്യ മാത്രമല്ല, റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളെ സാമ്പത്തികമായി പാപ്പരാക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യ എന്ന റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്കാണ് ഇന്ധനവില വർധനവിൽ നിന്ന് ആശ്വാസം നൽകാൻ ഈ തീരുമാനം അനിവാര്യമായിരുന്നു. പക്ഷേ ട്രംപ് ഭരണകൂടം ഇത് കാണുന്നത് പുടിന്റെ യുദ്ധതന്ത്രത്തിന് ഇന്ധനം നൽകുന്ന പരിപാടിയായിട്ടാണ്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോദി ഒരു നല്ല മനുഷ്യനാണ്, പക്ഷെ ഞാൻ സന്തുഷ്ടനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അവരുടെ മേൽ നികുതി വർദ്ധിപ്പിക്കാൻ എനിക്ക് നിമിഷങ്ങൾ മതി. ഇതൊരു സ്നേഹപ്രകടനമായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഭീഷണിയാണ്, വ്യക്തമായ ഭീഷണി. ഇന്ത്യയുടെ IT മേഖലയും വജ്ര വ്യാപാരവും ടെക്സ്റ്റൈൽസ് മേഖലയും അമേരിക്ക വളരെയധികം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവിടെ 500% ടാരിഫ് വന്നാൽ അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, 500% നികുതി എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഷർട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്ന് കരുതുക. അതിന്റെ വില 1000 രൂപയാണെങ്കിൽ അമേരിക്കയിൽ എത്തുമ്പോൾ അതിന്റെ മേൽ 5000 രൂപയാണ് നികുതി വരിക. അതായത് ഒരു ഷർട്ടിന്റെ വില 6000 രൂപ. ഇത്രയും വിലയുള്ള ഇന്ത്യൻ സാധനങ്ങൾ ആരെങ്കിലും അമേരിക്കയിൽ വാങ്ങുമോ? ഇല്ല. ഇനി ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മേഖല ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒന്നാണ്. കയറ്റുമതി നിലച്ച് ഈ ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോകും. അമേരിക്കയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് നൽകുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. നികുതി വർദ്ധിപ്പിച്ചാൽ അമേരിക്കക്കാർക്ക് മരുന്ന് കിട്ടാതെയാകും. ഇന്ത്യൻ കമ്പനികൾക്ക് വരുമാനവും ഇല്ലാതെയാകും. വജ്ര വ്യാപാരത്തിലേക്ക് വന്നാൽ സൂറത്തിലെയും മുംബൈയിലെയും വജ്ര വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും അമേരിക്കയിലേക്കാണ്. ഈ മേഖല പൂർണ്ണമായും തകരാൻ ഇത് ഒറ്റൊരു കാരണം മതി. നിലവിൽ തന്നെ ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ ഇത്തരം ആഗോള സാമ്പത്തിക
മുന്നോട്ടുള്ള കാര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ 500% എന്നതൊരു സാമ്പത്തിക സുനാമി തന്നെ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഗൗരവമായി ആലോചിക്കേണ്ടത്. ഇന്ത്യക്കെതിരെ ഉപരോധം പ്രസംഗിക്കുന്ന അമേരിക്കയും യൂറോപ്പും ഒക്കെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യൻ LNG ആശ്രയിക്കുന്നത് തുടർന്ന് വരികയാണ്. അതായത് ഈ പ്രോജക്റ്റിലൂടെ 2025 മാത്രം റഷ്യ $8.4 മില്യൺ വരുമാനം ഉണ്ടാക്കി. ഇതിന്റെ 76% വാങ്ങിയത് യൂറോപ്പാണ്. സ്വന്തം സുഹൃത്തുക്കൾ റഷ്യക്ക് കോടികൾ നൽകുന്നതിനെ അമേരിക്ക കാണുന്നില്ല, മിണ്ടുന്നില്ല. ഇന്ത്യ ഒരു പരിധിയിൽ താഴെ എണ്ണ വാങ്ങുമ്പോൾ എന്തിനാണ് ഇത്ര ഇരട്ടത്താപ്പ്? ഇത് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയ അടിച്ചമർത്താനുള്ള ശ്രമമല്ലേ? ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന വാശിയാണോ? ഇത് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയുടെ വളർച്ചയാണ്. അതിവേഗത്തിലാണ് ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നത്. ഈ വളർച്ച തടയാൻ അവർ കണ്ടെത്തിയ എളുപ്പ വഴിയാണ് ഇത്തരത്തിലുള്ള താരിഫ് യുദ്ധം. ഇന്ത്യയുടെ IT മേഖലയും ഫാർമ മേഖലയും തളർത്തിയാൽ മാത്രമേ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ ആധിപത്യം നിലനിർത്താനായി സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുകയും കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറുന്നത്, ഡിജിറ്റൽ വിപ്ലവം നടക്കുന്നത്. ഇത് തടയാൻ റഷ്യക്ക് റഷ്യൻ എണ്ണയെ ഒരു ആയുധമാക്കി അവർ ഉപയോഗിക്കുകയാണ്. പക്ഷേ ഭാരതം പഴയ ഭാരതമല്ല. ട്രംപ് അത് ഓർത്തിരുന്നാൽ കൊള്ളാം. അമേരിക്ക എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യ അവരെ പിണക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് പേടികൊണ്ടല്ല, അതിന് പിന്നിൽ പല തന്ത്രപരമായ ലക്ഷ്യങ്ങളുമുണ്ട്. ഇനി അതിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാരണം പ്രതിരോധമാണ്. ചൈനയുടെ ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് അമേരിക്കൻ സാങ്കേതിക വിദ്യ ആവശ്യമായുണ്ട്. പ്രവാസികൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷിതത്വം ഇന്ത്യക്ക് പ്രധാനമാണ്. അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്നതും നമ്മുടെ GDP-യെ സാരമായി ബാധിച്ചേക്കാം. പക്ഷേ ഇന്ത്യക്ക് റഷ്യയും അവിഭാജ്യ സുഹൃത്താണ്. അമേരിക്കയെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് ഇന്ത്യക്ക് റഷ്യ ഉള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ സുരക്ഷ അപകടത്തിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മോദി സർക്കാർ വളരെ നയതന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവിൽ നേര്യമായ കുറവ് വരുത്തിയും അതേസമയം തന്നെ പുതിയ വിപണികൾ കണ്ടെത്തിയും ഇന്ത്യ പിടിച്ചു നിൽക്കുകയാണ്. നിലവിൽ ട്രംപ് ഭരണകൂടം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു സമാധാന കരാറിന് ശ്രമിക്കുകയാണ്. ഇതിനായി പലതരത്തിലുള്ള ആളുകളെ അവർ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സമയത്ത് ഇത്തരം ഒരു ബില്ലിന് അനുമതി നൽകിയത് റഷ്യയെ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുവരാനുള്ള അവർ അവസാനത്തെ അടവായി നമുക്ക് കാണാം. റഷ്യ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം എന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ 500% നികുതി നേരിടേണ്ടി വരും. ഇതിനെ മറികടക്കാൻ എന്തു തന്നെയായാലും നമ്മുടെ കേന്ദ്രം ഒരു വഴി കണ്ടെത്തും. അത് തീർച്ചയാണ്. ലോകം ഇന്ന് ഡോളറൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണല്ലോ. അതായത് ബ്രിക്സ് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുകയാണ്. ഇത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. ഡോളർ തകർന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് തകരും. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഡോളറിനെ രക്ഷിക്കാനാണ് ഇത്തരം താരിഫുകൾ അവർ കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യ ഇന്ന് ആർക്കും ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. നമ്മളൊരു വലിയ വിപണിയാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണി എന്ന് തന്നെ പറയാം. ആപ്പിൾ മുതൽ ടെസ്ല വരെ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച് വരികയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാരം അമേരിക്ക നിർത്തലാക്കിയാൽ അത് അവരുടെ കമ്പനികളെയും സാരമായി ബാധിക്കും. നമ്മൾ വളരുന്നത് ഓർത്തിട്ടാണ് അവരുടെ ഈ ഭയം. ഈ താരിഫ് ഉയർത്താൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ ഭീഷണി ഉണ്ടാക്കുമ്പോഴും പ്രതിരോധത്തിലാകുന്നത് അമേരിക്ക തന്നെയാകും. അതിൽ സംശയം വേണ്ട.